ക്യാമ്പസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും മറ്റു കോൺഗ്രസ് നേതാക്കൾക്കും നേരെയുണ്ടായ കേന്ദ്ര സർക്കാരിൻ്റെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി KK സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. DCC നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി TP പ്രണവ്, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രേഷ്മ വി രാജു, ചെറുപുഴ പഞ്ചായത്ത് മെമ്പർമാരായ പ്രിൻസ് വെള്ളക്കട, അനീഷ് ആന്റണി എന്നിവരും മുതിർന്ന നേതാക്കളായ സലീം തേക്കാട്ടിൽ, മാത്യു തടത്തിൽ, അജി പാലത്തിങ്കൽ, ജോർജ് ചെമ്പരത്തി, തോമസ് കൈപ്പനാനിക്കൽ, PP ബാലകൃഷ്ണൻ, പ്രണവ് കരള തുടങ്ങിയവരും സംസാരിച്ചു. ഈ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ഗണിക്കുന്ന തരത്തിൽ പെരുമാറുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഈ ഇന്ത്യ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി മുമ്പോട്ട് വരുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കാണുന്നത്. ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ്. നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും കൊണ്ടാണ്. ഇവിടെ ഒരുപാട് പ്രധാനമന്ത്രിമാർ ഭരിച്ചിട്ടുണ്ട്. ആ പ്രധാനമന്ത്രിമാരൊക്കെ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യുന്നവരെ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് അവരെ ഒരു മേശയ്ക്ക് ചുറ്റുവരുത്തി പരിഹാരമാർഗം ഉണ്ടാക്കുകയാണ് ചെയ്ത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി എന്താ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? നമ്മുടെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കേണ്ടവരാണ് വിദ്യാർത്ഥികൾ. APJ അബ്ദുൽ കലാമിനെ പോലെ, ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ളവർ ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണ് ഈ രാജ്യത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിച്ച രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ രാജ്യത്ത് വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന രീതിയിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ മുമ്പോട്ട് പോവുകയാണ്. നീറ്റ് പരീക്ഷ നടന്നപ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷ എഴുതിയത്. നമ്മുടെ നാട്ടിൽ തന്നെ നീറ്റ് പരീക്ഷ എഴുതിയ പല കുട്ടികളും ഇന്ന് വളരെ വിഷമകരമായ അവസ്ഥയിലാണ് അവർ കടന്നു പോകുന്നത്. കഴിഞ്ഞ ആഴ്ച പുനഃപരീക്ഷ എഴുതി വേണ്ടി വന്ന പല കുട്ടികളും പറഞ്ഞത് എന്താണെന്നറിയോ? ആദ്യത്തെ പരീക്ഷ എഴുതിയപ്പോൾ ആ കുട്ടികളൊക്കെ വളരെ ആഹ്ലാദത്തിലായിരുന്നു. ആദ്യ പരീക്ഷ കഴിഞ്ഞപ്പോൾ പല കുട്ടികളുടെയും മാർക്ക് അവർ കണക്കൂട്ടിയപ്പോൾ അവരൊക്കെ ഉയർന്ന മാർക്കിലേക്ക്, ഉയർന്ന റാങ്ക് കിട്ടിയ ആ കുട്ടികൾക്കൊക്കെ. പക്ഷെ ആ പരീക്ഷ റദ്ദാക്കി പുനഃപരീക്ഷ ജൂൺ 21 നടന്നപ്പോൾ ആ പരീക്ഷ എഴുതിയ പല കുട്ടികൾക്കും ആ പരീക്ഷയിൽ അവർക്ക് ഏറെ പുറകോട്ട് പോകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ പരീക്ഷ എഴുതിയ നിരവധി കുട്ടികൾ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയുണ്ടായി. ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുമ്പോൾ അത് ചെയ്യുന്നതിന് 33 സെക്കൻഡുള്ള വീഡിയോ എടുത്തു. ആ 33 സെക്കൻഡുള്ള വീഡിയോ എടുത്തിട്ട് ആ കുട്ടിയുടെ പ്രിയപ്പെട്ട അമ്മയോട് പറഞ്ഞു, നാളെ എനിക്ക് വീണ്ടും പുനർജന്മം കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ മകനായിട്ട് എനിക്ക് ജനിക്കണം, ഞാൻ ഈ ലോകത്തോട് വിട പറയുകയാണെന്ന് പറഞ്ഞ് 33 സെക്കൻഡുള്ള വീഡിയോ എടുത്ത് ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിൻ്റെ, ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ കൂടെ നിൽക്കുന്ന പ്രതിപക്ഷവും അതുപോലെ യുവജനങ്ങളുമാണ് ഈ രാജ്യത്ത് ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമരത്തിന് നേരെ ആ കുട്ടികളെ ലാത്തിച്ചാർജ് നടത്തി. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ന് പത്രസമ്മേളനത്തിൽ കാണിച്ചു. രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം ലോകം മുഴുവൻ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് സംപ്രേഷണം ചെയ്തു. അതിൽ രാഹുൽ ഗാന്ധി ആ കുട്ടികളെ മൃഗീയമായി ആക്രമിക്കുന്നു. സമരം ചെയ്യുന്ന കുട്ടികളെ ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നു. അങ്ങനെ ആ കുട്ടികളെ കണ്ട് തിരിച്ചു വന്ന് നരേന്ദ്രമോദിയുടെ വസതിക്ക് മുമ്പിൽ സമാധാനപരമായി ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു, ഒരു അക്രമ മാർഗവും കോൺഗ്രസ് സ്വീകരിച്ചില്ല. സമാധാനപരമായി നരേന്ദ്രമോദിയുടെ വസതിയുടെ മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ആ പ്രതിപക്ഷ നേതാവ് എന്ത് ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തത്? ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആ ലാത്തിച്ചാർജ് എടുത്ത് ആ സമരത്തിൽ ആക്രമിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആ സമരമുഖത്ത് കടന്നു വന്ന രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കോൺഗ്രസിന്റെ അധ്യക്ഷനെയും
ഇന്ത്യയിലെ MP-മാരെയും ഏത് രീതിയിലാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ കൈകാര്യം ചെയ്തത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നക്ഷത്രമാണ്. ആ ജനാധിപത്യം നശിക്കുന്ന തരത്തിൽ ജനാധിപത്യപരമായി സമരം ചെയ്യുന്നവരെ ഇതുപോലെ ആക്രമിക്കാനാണ് നരേന്ദ്രമോദി മുതിരുന്നെങ്കിൽ അതിനെ ഒറ്റക്കെട്ടായി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് കോൺഗ്രസ് ഒറ്റക്കെട്ടായി ആ സമരം ചെയ്യുന്നവരോടൊപ്പം ഉണ്ടാവും. ഈ വർഷത്തെ നീറ്റ് പരീക്ഷ ഒരു കാലഘട്ടത്തിലും കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ചോദ്യപേപ്പർ ചോരുകയും നിരവധിയായ രാജ്യത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കുകയും ചെയ്ത ഒരു ഗവൺമെൻറ് ഇതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഇത് ചെവിക്കൊള്ളാത്ത ഒരു സമീപനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ പ്രത്യക്ഷപ്പെട്ട യുവജന സംഘടനയായ CJP ആ സമരം ഇതിനെതിരെ പ്രതിഷേധിക്കുകയും അതിനെയൊക്കെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള നിലപാട് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പോലീസ് എടുക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഈ പ്രശ്നം ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ഇന്നലെ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഡൽഹിയിൽ സമരത്തിന് ഇറങ്ങുകയും ചെയ്തപ്പോൾ ഒരുപക്ഷെ ഗുജറാത്തിലെ കൂട്ടക്കുരുതിയുടെ പശ്ചാത്തലമുള്ള രണ്ട് നേതാക്കളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. അവരുടെ തനി സ്വരൂപം ഇന്നലെ ഡൽഹിയിൽ കാണിച്ചു. രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ജനകീയ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ തെരുവിലൂടെ വലിച്ചടിച്ചു കൊണ്ടുപോകുന്ന ചിത്രം നാമൊക്കെ കണ്ടു. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ, നമ്മുടെ കർണാടകയുടെ മുഖ്യമന്ത്രി ശിവകുമാറിനെ പോലീസ് വലിച്ചടിച്ചു കൊണ്ടുപോകുന്ന രംഗങ്ങളും നാമൊക്കെ കാണുകയുണ്ടായി. രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെടുത്ത് പന്താടിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ, നരേന്ദ്രമോദിയുടെ കിരാത ഭരണത്തിനെതിരെ പ്രതിഷേധവുമായി ഡൽഹി ജന്തർ മന്ദിറിൽ സംഘടിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ അന്യായമായ അക്രമമുണ്ടായപ്പോൾ മൃഗീയമായി ആ സമരത്തെ ചോരയിൽ മുക്കി കൊല്ലാൻ ശ്രമിച്ചപ്പോൾ രാജ്യത്തെ ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആ സമരമുഖത്തേക്ക് കടന്നു വന്നുകൊണ്ട് കിരാതമായി ജനാധിപത്യ ദംശനത്തെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ശ്രീ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ശ്രീ മല്ലികാർജുനൻ ഖാർഗെ, ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെ കേരളത്തിൻ്റെ കർണാടക മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ തെരുവിലൂടെ വലിച്ചിഴച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഭീകരമായ രംഗം കാണേണ്ടി വന്നു. നമുക്ക് െതിരെ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ പിന്തുണയെത്തിയ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ നരേന്ദ്രമോദിയുടെ പോലീസ് വളരെ കിരാതമായ രീതിയിൽ അറസ്റ്റ് ചെയ്തതിനെതിരെ ഇന്ന് KPCC ആഹ്വാനപ്രകാരം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ നാളുകളുടെ പ്രതീക്ഷയായ, നാളുകളുടെ ശബ്ദമാവേണ്ട, ഈ രാജ്യത്തെ നാളുകളിൽ ഏറ്റവും വലിയ രീതിയിൽ പുരോഗതിയിലേക്ക് എത്തിക്കേണ്ട യുവജന വിദ്യാർത്ഥികളൊക്കെ ഇന്ന് തെരുവീതികളിൽ ഒരു സമരവുമായി അടിച്ചമർത്തപ്പെട്ട് ഇരിക്കുകയാണ്. നമുക്കറിയാം, ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് ഈ രാജ്യത്തിനകത്തേക്ക് നാളുകളിലേക്ക് വരേണ്ട നാളുകളുടെ ഭാവി വാഗ്ദാനങ്ങളെയാണ് ഈ ഡൽഹിയുടെ തെരുവീതികളിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ? ഇതെനിക്ക് തരുവോ?
ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.